കിടക്കി പോത്തിറച്ചിയോ? കിടക്കി ഒറിജിനൽ പോത്തിറച്ചിയാ അല്ലേ? ഒറിജിനൽ പോത്തിറച്ചിയാ. തൊട്ടപ്പുറത്ത് ഇറക്കുന്ന സൂപ്പർ ഫുഡാണ്, ഒരു രക്ഷയില്ല. അന്യായ ടേസ്റ്റാണ്. അന്യായ ടേസ്റ്റ് അല്ലേ? അന്യായ ടേസ്റ്റ് ആണ്, അന്യായ ടേസ്റ്റാണ്. കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതെ അതെ അതെ. പൊറോട്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ആള് വന്നോണ്ടിരിക്കുന്നു. വെയിറ്റ് ചെയ്യല്ലേ? മാവ് തീർന്നു. നല്ല പോത്തിറച്ചി, നല്ല പോത്തിറച്ചി, ഒറിജിനൽ പോത്തിറച്ചി അല്ലേ? അല്ലാതെ വേറെ ഒരു മായമില്ല. ഞായറാഴ്ചകളിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനുള്ളത് ചാരുമൂട്ടിലാണ്. ചാരുമൂട് തെരുവുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നല്ല ചൂട് പൊറോട്ടയും നല്ല ഒറിജിനൽ പോത്തിറച്ചിയും കിട്ടുന്ന ഒരു സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് ചാരുമൂട് തെരുവുമുക്കിലുള്ള ഷെരീഫിക്കാന്റെ ചായക്കട. നല്ല ആവി പറക്കുന്ന പൊറോട്ടയും വിറകടുപ്പിൽ വേവിക്കുന്ന ഒറിജിനൽ പോത്തിറച്ചിയും വേണോ എങ്കിൽ ഇവിടേക്ക് പോരൂ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കിന് പൊറോട്ട ഒക്കെ തീർന്നു കേട്ടോ. അടുത്ത പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബീഫ് കറിയൊക്കെ കഴിയാറായി. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ 8-8:30 ആയി. ബീഫ് കറിയൊക്കെ കുറച്ചുകൂടി ഉള്ളു, ഇനി ഫുള്ളായിരുന്നത് കഴിയാറായി കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടെ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. നമുക്ക് ആ കഴിക്കുന്നവരോടൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ഇവിടുത്തെ പൊറോട്ട എങ്ങനെയുണ്ട്? കിടക്കി പോത്തിറച്ചിയോ? കിടക്കി ഒറിജിനൽ പോത്തിറച്ചിയാ അല്ലേ? ഒറിജിനൽ പോത്തിറച്ചിയാ. തൊട്ടപ്പുറത്ത് ഇറക്കുന്ന തൊട്ടപ്പുറത്ത് ഇറക്കുന്നത് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. കിടക്കുന്ന പോത്തിനെ ഇറക്കുന്നത് പൊറോട്ടയും കിടക്കി. സൂപ്പറാ. നല്ല പോത്തിറച്ചി ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന. ഇവിടുത്തെ പൊറോട്ട എങ്ങനെയുണ്ട്? അടിപൊളി. കറി എങ്ങനെയുണ്ട്? നല്ല ബീഫല്ലേ, നല്ല പോത്തിറച്ചി. ഒറിജിനൽ പോത്തിറച്ചി അല്ലേ? അല്ലാതെ വേറെ ഒരു മായമില്ല. ഞായറാഴ്ചകളിൽ മാത്രമേ കിട്ടത്തുള്ളൂ. എപ്പോഴും കിട്ടുന്നതല്ല. ഇവിടുന്ന് എല്ലാം വരുന്നുണ്ട്. ഇത് മാങ്കാങ്കുഴിയിൽ നിന്ന് വന്നാണ്. മാങ്കുഴി കഴിക്കാൻ വന്നു. ഇവിടെ കഴിക്കാനായിട്ട് വന്നാ. അപ്പൊ ഗൈസ്, നല്ല അടിപൊളി പൊറോട്ട ബീഫ് കറിയുമാണെന്നാണ് പറയുന്നത്. നല്ല ഒറിജിനൽ പോത്തിറച്ചിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 33 വർഷത്തോളം. 33 വർഷമായി. രാവിലെ എത്ര മണി മുതലാ? രാവിലെ ഒരു 3 മണി മുതൽ തുടങ്ങി. 3 മണി മുതൽ? എല്ലാ ദിവസവും 3 മണിക്ക് വരും. ഞായറാഴ്ച വെളുപ്പിനെ 3 മണിക്ക്. വെളുപ്പിനെ 3 മണിക്ക് ഇവിടെ ആൾക്കാർ കഴിക്കാൻ വരാറുണ്ടോ? വരും. ആണല്ലേ? 5 മണി കഴിച്ച് 5, 6, 4, 4:30 എല്ലാവരും. അപ്പോഴത്തേക്ക് ബീഫ് കറി റെഡിയാ? ബീഫ് കറി റെഡിയാ. അപ്പൊ എത്ര മണിയാകുമ്പോ കഴിയും? ഒരു 9-9:30 ആകുമ്പോൾ പറ്റും. ഇവിടെ 9-9:30 ആകുമ്പോ കഴിയും. ബീഫ് കറി എല്ലാം കഴിയും. ഓക്കെ. ഇവിടെ ഒറിജിനൽ പോത്തിറച്ചി തന്നെ കൊടുക്കുന്നത്. അതെങ്ങനെ പറയാൻ പറ്റും ഒറിജിനൽ പോത്തിറച്ചിയാണ്? നമുക്കാണ് നമ്മളെ ആഴ്ചയിൽ ഒരു ദിവസം നല്ല പോത്തിനെ മേടിച്ച് ഇറക്കത്തുള്ളൂ. അല്ലാത്ത ദിവസങ്ങളൊക്കെ പോത്തിനെ ഇവിടെ അടുത്തൊരു വീട്ടിൽ ഇറക്കുന്നുണ്ട്. അതെ, അടുത്തൊരു വീട്ടിൽ ഇറക്കുന്നു. ഞായറാഴ്ച മാത്രം എല്ലാവരും വന്ന് മേടിക്കും. ഞായറാഴ്ച എല്ലാ ആൾക്കാരും വരും. കാരണം വീട്ടിനേക്കാൾ കൂടുതലുണ്ട് അവിടെ ആൾക്കാർ. അതുകൊണ്ട് മേടിക്കും ഇഷ്ടം പോലെ. ബീഫ് കറിക്ക് എന്താ റേറ്റ്? എത്ര? 120. 120. പൊറോട്ടയ്ക്കോ? 10 രൂപ. 10 രൂപ ഉള്ളൂ. 10 രൂപ ഉള്ളൂ പൊറോട്ട. എല്ലായിടം 12 10 രൂപ ഉള്ളൂ പൊറോട്ട അല്ലേ? അപ്പൊ ഗൈസ്, 10 രൂപയ്ക്ക് പൊറോട്ടയും 120 ബീഫ് കറി കേട്ടോ. ഒറിജിനൽ പോത്തിറച്ചിയാണ് കേട്ടോ. ഇത് കാളയിറച്ചി ഒന്നല്ല, ഒറിജിനൽ പോത്തിറച്ചി തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞായറാഴ്ച മാത്രമേ ഇവിടെ ഒരു പോത്തിനെ ഇറക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഒറിജിനൽ പോത്തിറച്ചിയാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? സൂപ്പറാണ്, അടിപൊളിയാണ്. നല്ല ഫുഡല്ലേ? അടിപൊളി ഫുഡാണ്. എവിടാ വീട്? എവിടാ? ഞാൻ മാങ്ങാട്ടിലുള്ള. പേരെന്തോ? ദിലീപ്. ലാസ്റ്റ് ഒന്ന് കഴിക്കാൻ പറ്റി. മറ്റന്നാ പോവാണ്. സ്ഥിരം വരുന്നതാണ് ഇവിടെ? ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുന്നത്. എവിടെ? വെളിയിലാണോ? ഞാൻ ഇവിടെ. ലാസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു വന്നത്. ഓക്കെ, സൂപ്പർ. അപ്പൊ ഗൈസ്, ഞങ്ങൾ പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗിലാണ് കേട്ടോ. പൊറോട്ട ആയിട്ടില്ല. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് പൊറോട്ട എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഗൈസ്, ഇവരൊക്കെ പൊറോട്ട കഴിക്കാൻ വേണ്ടിട്ട് വെയിറ്റിംഗിലാണ് കേട്ടോ. വെയിറ്റ് ചെയ്യാണല്ലേ? പൊറോട്ട കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതെ. പൊറോട്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ആള് വന്നോണ്ടിരിക്കുന്നു. വെയിറ്റ് ചെയ്യല്ലേ? മാവ് തീർന്നു. ഇവിടുത്തെ പൊറോട്ടയുടെ അഭിപ്രായം എങ്ങനെയുണ്ട്? നല്ല പൊറോട്ട. ബീഫ് കറി എങ്ങനെയുണ്ട്? അത് നല്ല നാടൻ പോത്തിന്റെ ഇറച്ചിയാണ്. നാടൻ പോത്തിന്റെ കേട്ടറിഞ്ഞ് ആൾക്കാർ വരുന്നത്. അതുകൊണ്ട് 8 മണിയാകുമ്പോൾ ഇവിടെ തീരും. എത്ര മണിയാകും? 9 മണിയാകുമ്പോൾ തീരും. 8 മണിയാകുമ്പോഴേ തീരേണ്ടത്. 8:30 മാക്സിമം. ഇപ്പൊ പൊറോട്ട തീർന്നുണ്ടോ? പൊറോട്ട തീർന്നു. അതെ. കറി കുറച്ചുകൂടെ ഉള്ളു കേട്ടോ. അപ്പോൾ ഗൈസ്, വിറകടുപ്പിലാണ് ഈ ബീഫ് കറിയൊക്കെ വേവിക്കുന്നത്.
അപ്പോൾ ഗൈസ് നമുക്കുള്ള പൊറോട്ടയും ബീഫ് കറിയും വന്നിരിക്കുകയാണ്. കണ്ടോ ഇത് കണ്ടോ, നല്ല അടിപൊളി പൊറോട്ടയും ബീഫ് കറിയും, നല്ല സൂപ്പർ ബീഫ് കറിയാണ്. തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് സെറ്റപ്പൊക്കെ നല്ല വിറകടുപ്പി വേവിക്കുന്ന പോത്തിറച്ചിയാണ് കേട്ടോ, ഒറിജിനൽ പോത്തിറച്ചിയാണ് കേട്ടോ. നല്ല അടിപൊളി പൊറോട്ട, നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ്ട് അടിപൊളി പൊറോട്ടയാണ് കേട്ടോ, നല്ല സൂപ്പർ പൊറോട്ടയും ഇതാണ്ട ബീഫ് കറി ഉണ്ടോ, നല്ല സൂപ്പർ ബീഫ് കറി അത് കേട്ടോ, അടിപൊളി നല്ലതാണ്ട് ഇത് കണ്ടോ. ചൂട് പൊറോട്ടയിലേക്ക് നല്ല ചൂട് ബീഫ് കറി അങ്ങോട്ട് ഒഴിക്കുകയാണ്. സൂപ്പർ പൊറോട്ടയാണ് കേട്ടോ. കേട്ടാ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട് കേട്ടോ, വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഭയങ്കര ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്, കൈയൊക്കെ പൊള്ളുന്നു, ഭയങ്കര ചൂടാണ്. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ നല്ല അടിപൊളിയാണ്. അച്ചാറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, അടിപൊളി പൊറോട്ടയാണ്. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടാണ്, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ക്യാമറാമാനുണ്ട്, ക്യാമറാമാനോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് പൊറോട്ട. അടിപൊളി പൊറോട്ടയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാളിറ്റി ഉണ്ട്, നല്ല സൂപ്പർ പൊറോട്ടയാണ്. ബീഫ് കറി എങ്ങനെയുണ്ട്? ബീഫ് കറി ഒരു രക്ഷയില്ല, അടിപൊളി ബീഫ് കറി, ഒരു രക്ഷയില്ല, അടിപൊളി ബീഫ് കറിയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. എല്ലാവരും ഈ വഴിക്ക് വരുമ്പോൾ ഇവിടെ കയറണം, ഇവിടെ നല്ല അടിപൊളി ഫുഡാണ്. ഇത് തെരുവുമുക്ക് ജംഗ്ഷനിലാണ്, നല്ല സൂപ്പർ ആവി പറക്കുന്ന പൊറോട്ട, ഒരു അടിപൊളി ബീഫ് കറി, ഒരു രക്ഷയില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ബീഫ് കറി, സൂപ്പർ ബീഫ് കറി, നല്ല അടിപൊളി ബീഫ് കറി, നല്ല ആവി പറക്കുന്ന പൊറോട്ടയും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങോട്ട് വരണം, എല്ലാവരും ഈ വഴിക്ക് കയറുമ്പോൾ ഇവിടെ കയറി ഭക്ഷണം കഴിക്കണം. നല്ല സൂപ്പർ ബീഫ് കറിയാണ്, നല്ല അടിപൊളി കണ്ടോ കേസ് നിങ്ങൾ കാണും, നല്ല സൂപ്പർ ബീഫ് കറി, നല്ല അടിപൊളി പൊറോട്ട, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ഒരാൾക്ക് വയർ നിറച്ച് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്, സൂപ്പർ ഫുഡാണ്, ഒരു രക്ഷയില്ല, അന്യായ ടേസ്റ്റാണ്. അന്യായ ടേസ്റ്റ്, അന്യായ ടേസ്റ്റാണ്. ഇവിടെ സ്ഥിരം വരുന്നതാണോ? അതെ അതെ അതെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ അഭിപ്രായം? എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് പറയുന്നത് ഞായറാഴ്ച ഇവിടെ എടുത്ത് വീട്ടിൽ പോത്തിനെ കട്ട് ചെയ്യും, അപ്പം കണ്ട് വിശ്വസിച്ച് മേടിച്ചോണ്ട് വന്ന് പാചകം ചെയ്യുന്ന ഞങ്ങൾ ഇറച്ചി വീട്ടിൽ മേടിച്ച് കഴിക്കാറില്ല. അത്യാവശ്യത്തിന് ഇവിടെ വന്ന് വീട്ടിലൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ കറി മേടിക്കും, പിന്നെ പൊറോട്ട ഇറച്ചി ഇവിടുന്ന് കഴിക്കും. കാരണം അത്ര വിശ്വാസമാണ്. ഇവിടെ അടുത്തൊരു വീട്ടിൽ ഞായറാഴ്ചകളിൽ പോത്തിനെ മാത്രമേ കട്ട് ചെയ്യത്തുള്ളൂ. അപ്പം അത് നമുക്ക് എന്തുകൊണ്ടും ഒരു അനുഗ്രഹം കൂടാണ്. ഷെരീഫക്കായിട്ട് ചായക്കട എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിൽ ഫേമസ് ആണ്. ടേസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ്. നമ്മൾ വീട്ടിലെങ്ങനെ പാചകം ചെയ്യുന്നു അതേപോലുള്ളൊരു ടേസ്റ്റാണ് ഈ പൊറോട്ട ഇറച്ചിക്ക്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പൊറോട്ട കഴിച്ചിരിക്കുകയാണ്, നല്ല സൂപ്പർ പൊറോട്ടയാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതുപോലൊരു ഹോട്ടലിൽ നിന്ന് ഇതുപോലൊരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് കറി ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ, നല്ല സൂപ്പർ പൊറോട്ടയാണ്. നിങ്ങൾ ഇതുവഴി പോവുകയാണെങ്കിലൊക്കെ കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളി പൊറോട്ടയാണ്. തിരുവമ്പിക്കിലെ ഷെരീഫിക്കട ചായക്കട നല്ല ഫേമസ് ആണ് ഇവിടെ കേട്ടോ. അപ്പോൾ കഴിച്ച് ഞായറാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ ഇവിടെ പോത്തിറച്ചി കിട്ടുന്നത്. ബാക്കി എല്ലാ ദിവസവും ഷോപ്പുണ്ട്, പൊറോട്ട കിട്ടും. പോത്തിറച്ചി ഇവിടെ അടുത്ത ഒരു വീട്ടിൽ ഞായറാഴ്ച മാത്രമേ ഇറക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഒറിജിനൽ പോത്തിറച്ചിയാണ് കേട്ടോ. ഞായറാഴ്ച മാത്രമേ പോത്തിറച്ചി കിട്ടത്തുള്ളൂ. ഒരു 3 മണി തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് വെളുപ്പിനെ, ഒരു 9 മണിയാകുമ്പോൾ എല്ലാം കഴിയും കേട്ടോ, അതിന് മുമ്പായിട്ട് വരണം. അപ്പോൾ ഗൈസ് ഞങ്ങൾ കഴിക്കുന്ന സമയം എടുത്തോളൂ, അതിന് മുമ്പ് അടിച്ച പൊറോട്ട എല്ലാം തീർന്നു കേട്ടോ. 9:45 ആയപ്പോഴത്തേക്കിന് എല്ലാം ക്ലോസ് ചെയ്ത് കേട്ടോ. ഇപ്പോൾ അടിച്ചുകൊണ്ടിരുന്ന പൊറോട്ട എല്ലാം കഴിഞ്ഞു കേട്ടോ, ബീഫ് കറിയും കഴിഞ്ഞു കേട്ടോ, ശകലം കണ്ട് ഇരിപ്പുണ്ടാകും, അതേ ഉള്ളൂ. നല്ല വിറകടുപ്പയിലാണ് ബീഫ് കറിയും ഒക്കെ വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഈ സ്പോട്ട് വരുന്നത് ചാരുമൂട് തെരുവിൽമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. തെരുവിൽമുക്ക് ജംഗ്ഷന്റെ പടിഞ്ഞാറ് സൈഡിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം.